നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. സ്വർണ്ണവില പുതിയ റെക്കോർഡിലേക്ക്. 1 പവൻ സ്വർണത്തിന്റെ വില 1.5 ലക്ഷം കടന്നു. ജില്ലയിൽ വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഞായറാഴ്ച വരെ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നതിനാൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും കരിയോയിലും നിറഞ്ഞതോടെ നിൽക്കാനും ഇരിക്കാനും കഴിയാതെ കല്ലൂരിലെ പാടം വഴി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ശാപമോക്ഷം. പോസ്റ്ററുകളും കരിയോയിലും കൊണ്ട് വൃത്തികേടായ പാടം വഴി ബസ് കാത്തിരിപ്പ് കേന്ദ്രം പഞ്ചായത്ത് അംഗം അജീഷ് കൂരിയാടിന്റെ നേതൃത്വത്തിൽ ശുചിയാക്കി വെള്ളനിറം പൂശി. UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രചരണ പോസ്റ്ററുകൾ പതിക്കാൻ തൃക്കൂർ മണ്ഡലത്തിൽ രാത്രിയിലും സ്ത്രീ പ്രവർത്തകരെത്തി. കല്ലൂർ ആദൂരിലെ 55-ാം ബൂത്തിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് രാത്രി പോസ്റ്റർ ഒട്ടിക്കൽ നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. കുരിശുമരണത്തിലൂടെ യേശു മാനവരാശിക്ക് നൽകിയ പുതുജീവിതത്തിന്റെ ഓർമ്മയായാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ചയോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ വിവരണവും ആരാധനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. വിവിധ ഇടവകകളിൽ നടന്ന പരിഹാര പ്രദക്ഷിണങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇനി വിവിധ ഇടവകകളിൽ നടന്ന പരിഹാര പ്രദക്ഷിണങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ കാണാം.
പരിഹസിക്കുന്നു, പട്ടാളക്കാർ അടിക്കുന്നു, ജനക്കൂട്ടം ആർപ്പോടിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ
അടലിൽ വീണുഴലുന്നു കവലംബമേകുന്ന കുരിശിലവിച്ചിടുന്നു സുരനാടാടി കുരിശന്റെ താങ്ങുകൾ തിരിടി വരുന്ന നിരന്തം സുരനാടാടി കുരിശന്റെ താങ്ങുകൾ തിരിടി ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് സ്വർണ്ണവില 1.5 ലക്ഷം രൂപ കടന്നു. വെള്ളിയാഴ്ച പവന്റെ വില 1040 രൂപ കൂടി 50,400 രൂപയിലെത്തി. ഗ്രാമിന്റെ വില 130 രൂപ വർദ്ധിച്ച് 6300 രൂപയുമായി. 49,360 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന്റെ വില. ഒരു വർഷത്തിനിടെ 10,000 രൂപയോളമാണ് വർദ്ധിച്ചത്. ആഗോള വിപണിയിലെ വിലവർദ്ധനവാണ് സംസ്ഥാനത്തും പ്രതിഫലിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ട്രോയ് ഔൺസിന് $2,225 വർദ്ധിച്ചു. രാജ്യത്തെ കമോഡിറ്റി വിപണിയായ MCX-ൽ 10 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 67,320 രൂപയായി ഉയർന്നു. മാർച്ച് 21 തീയതിയാണ് സംസ്ഥാനത്ത് സ്വർണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത്. 49,440 രൂപയായിരുന്നു അന്ന് പവന്റെ വില. അന്താരാഷ്ട്ര വിപണി സ്പോട്ട് ഗോൾഡ് വില ട്രോയ് ഔൺസിന് അന്ന് $2,200 മുകളിലായിരുന്നു. മാർച്ച് 1 രേഖപ്പെടുത്തിയ പവന് 46,320 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. ജില്ലയിൽ വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഞായറാഴ്ച വരെ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നതിനാൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് വകുപ്പ് അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും കരിയോയിലും നിറഞ്ഞതോടെ നിൽക്കാനും ഇരിക്കാനും കഴിയാതെ കല്ലൂരിലെ പാടം വഴി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ശാപമോക്ഷം. പോസ്റ്ററുകളും കരിയോയിലും കൊണ്ട് വൃത്തികേടായ പാടം വഴി ബസ് കാത്തിരിപ്പ് കേന്ദ്രം പഞ്ചായത്ത് അംഗം അജീഷ് മുരിയാടന്റെ നേതൃത്വത്തിൽ ശുചിയാക്കി വെള്ള നിറം പൂശി. പൊതുസ്ഥലത്ത് മുന്നണികൾ പോസ്റ്ററുകൾ പതിക്കുന്നതും പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കരിയോയിൽ പ്രയോഗവും നാട്ടുകാരെ വലയ്ക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ആക്ഷേപമുന്നയിച്ചിരുന്നു. കല്ലൂർ പാടം വഴിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മുന്നണികൾ പോസ്റ്ററുകൾ ഒട്ടിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്രീസും കരിയോയിലും പോലെയുള്ള മിശ്രിതം ഉപയോഗിച്ച് മായ്ച്ചിരുന്നു. ഇതോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാർക്ക് നിൽക്കാനും ഇരിക്കാനും കഴിയാതെയായി. വസ്ത്രങ്ങളിൽ കരി പുരളുന്നതായി നാട്ടുകാർ ആക്ഷേപമുന്നയിച്ചിരുന്നു. ഇതോടെയാണ് പഞ്ചായത്ത് അംഗം അജീഷ് മുരിയാടൻ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചത്. ഗ്ലാൻസൺ പള്ളിത്തറ, അനൂപ് കല്ലൂർ, ടിനോ, സന്ദീപ് കണയത്ത്, ഷെന്നി ആന്റോ പനോക്കാരൻ, സന്തോഷ് കൊരട്ടിക്കാടൻ എന്നിവർ ചേർന്നാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയാക്കി വെള്ളപൂശിയത്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രചരണ പോസ്റ്ററുകൾ പതിക്കാൻ തൃക്കൂർ മണ്ഡലത്തിൽ രാത്രിയിലും സ്ത്രീ പ്രവർത്തകരെത്തി. കല്ലൂർ ആദൂരിലെ 55-ാം ബൂത്തിൽ മഹിളാ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരാണ് രാത്രി പോസ്റ്റർ ഒട്ടിക്കൽ നടത്തിയത്. രാത്രി 8 മുതലാണ് പോസ്റ്റർ പതിക്കൽ നടത്തിയത്. പഞ്ചായത്ത് അംഗം ജിഷ ഡേവിഡിന്റെയും ബിജിത വേണു, ഷമീറ ഷാഹുൽ ഹമീദ്, സിസിലി ഷാജു, PK ടിൻറ്റു, ദേവാനന്ദ വേണു, PP അമ്മിണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രചരണം നടത്തിയത്. വന്യജീവികൾക്ക് ജലലഭ്യത ഉറപ്പാക്കാൻ ചിമ്മിനി ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിമ്മിനി വനത്തിനകത്ത് വിറകുതോട് ഭാഗത്ത് കുളം നിർമ്മിച്ചു. ആവാസ വ്യവസ്ഥയിൽ തന്നെ ജലലഭ്യത ഉണ്ടാക്കാനും ജലത്തിനായി വന്യജീവികൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നത് ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് വനത്തിനകത്ത് കുളം നിർമ്മാണം നടത്തുന്നത്. ശ്രമദാനത്തിന് EDC ചെയർമാൻ MT അനിത് നേതൃത്വം നൽകി. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PR വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. സമിതി സെക്രട്ടറി KV അശോകൻ, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ VR ബോസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ MV വിനയരാജ്, B ബിജിനീഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു.
പുതുക്കാട് കുറുമാലയിൽ ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റ യുവതിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട സീതത്തോട് ആങ്ങമൂഴി കോട്ടമണ്ണിൽ വീട്ടിൽ 21 വയസ്സുള്ള റിയ റോയ്ക്കാണ് പരിക്ക്. വ്യാഴാഴ്ച രാത്രി 8:45 അപകടം. യുവതി വീഴുന്നത് കണ്ട യാത്രക്കാർ അപായച്ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു. മുഖത്ത് സാരമായി പരിക്കേറ്റ് ട്രാക്കിൽ വീണുകിടന്ന യുവതിയെ യാത്രക്കാർ ഇതേ ട്രെയിനിൽ കയറ്റി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറന്മുള സ്റ്റേഷൻ പരിധിയിൽ കാണാതായ പെൺകുട്ടിയാണ് ഇതെന്ന് പോലീസ് അറിയിച്ചു. തളിക്കുളത്ത് കാറും ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു. തളിക്കുളം ത്രിവേണി സ്വദേശി രതീഷാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1:30 തളിക്കുളം ഹൈസ്കൂൾ മൈതാനത്തിന് സമീപമാണ് അപകടം നടന്നത്. കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണു. അരമണിക്കൂറോളം ഓട്ടോയ്ക്കും പോസ്റ്റിനുമിടയിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാറിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട്. എടത്തിരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറിയാട് സ്വദേശി തൻസീർ, പറവൂർ മന്നം സ്വദേശി മിഥുൻലാൽ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23-ന് എടത്തിരുത്തി കുമ്പളപ്പറമ്പിലുള്ള ആനാപ്പുഴ പ്രസാദിന്റെ വീട് കുത്തിത്തുറന്ന് 1.5 ലക്ഷം രൂപ വില വരുന്ന റാഡോ വാച്ചും 1 ലക്ഷം രൂപ വില വരുന്ന ക്യാമറയും പ്രതികൾ കവർന്നു. കൂടാതെ എടത്തിരുത്തി എലുവത്തിങ്കൽ ദേവസിയുടെ വീട്ടിൽ നിന്ന് 3000 രൂപയും മാർച്ച് 2-ന് ചക്കരപ്പാടം കാട്ടുപറമ്പിൽ സെയ്ഫുദ്ദീൻ്റെ വീട്ടിൽ നിന്നും 30,000 രൂപയും കവർന്ന കേസിലുമാണ് അറസ്റ്റ്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. CCTV പരിശോധിച്ചതിൽ അവ്യക്തമായ രീതിയിൽ ബൈക്കിൻ്റെ നമ്പർ കിട്ടുകയും CCTV ടെക്നീഷ്യൻ മൃദുലാലിൻ്റെ സഹായത്തോടെ നമ്പർ സ്ഥിരീകരിക്കുകയുമായിരുന്നു. വാഹന ഉടമയെ കണ്ടെത്തിയ ശേഷം ബൈക്ക് വാടകയ്ക്കെടുത്ത തൻസീറിനെ കണ്ടെത്തിയതോടെയാണ് മറ്റു 2 പേരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. വാടകയ്ക്കെടുത്ത ആഡംബര ബൈക്കിൽ എത്തി ആളില്ലാത്ത വീട് നോക്കി മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് മോഷണം നടത്തി വന്നിരുന്നത്. മോഷ്ടിച്ച റാഡോ വാച്ച് 2ാം പ്രതി മിഥുൻലാലിൻ്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ക്യാമറ കൊല്ലത്തെ ഒരു കടയിൽ വിൽപ്പന നടത്തിയതായും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ഈ കേസിലെ മറ്റൊരു പ്രതിയായ ആല ഗോതുരത്ത് സ്വദേശി ബൈജുവിനെ കൂടി പിടികിട്ടാനുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. 1ാം പ്രതി തൻസീറിന് വിവിധ സ്റ്റേഷനുകളിലായി മോഷണ കേസുകൾ ഉൾപ്പെടെ 27 കേസുകൾ നിലവിലുണ്ട്. എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെയും ഇരിങ്ങാലക്കുട ഹിന്ദു മിഷൻ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് ശനിയാഴ്ച നടക്കും. നന്ദിക്കര NSS ഹാളിൽ വെച്ച് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. കാലാവസ്ഥ: കൂടിയ ചൂട് 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6300 രൂപ, പവന് 50,400 രൂപ. വരാക്ര പൂക്കോട് കൂടലി ഔസേപ്പിന്റെ ഭാര്യ ഏലിക്കുട്ടി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30-ന് മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ. കൊച്ചുത്രേസ്യ, ലൂസി, റപ്പായി എന്നിവർ മക്കളും പൊറിഞ്ചു, ലോനപ്പൻ, റെജീന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. സ്വർണ്ണവില പുതിയ റെക്കോർഡിലേക്ക്. 1 പവൻ സ്വർണത്തിന്റെ വില 1.5 ലക്ഷം കടന്നു. ജില്ലയിൽ വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഞായറാഴ്ച വരെ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നതിനാൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും കരിയോയിലും നിറഞ്ഞതോടെ നിൽക്കാനും ഇരിക്കാനും കഴിയാതെ കല്ലൂരിലെ പാടം വഴി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ശാപമോക്ഷം. പോസ്റ്ററുകളും കരിയോയിലും കൊണ്ട് വൃത്തികേടായ പാടം വഴി ബസ് കാത്തിരിപ്പ് കേന്ദ്രം പഞ്ചായത്ത് അംഗം അജീഷ് കൂരിയാടിന്റെ നേതൃത്വത്തിൽ ശുചിയാക്കി വെള്ളനിറം പൂശി. UDF സ്ഥാനാർത്ഥി K. മുരളീധരന്റെ പ്രചരണ പോസ്റ്ററുകൾ പതിക്കാൻ തൃക്കൂർ മണ്ഡലത്തിൽ രാത്രിയിലും സ്ത്രീ പ്രവർത്തകരെത്തി.
കല്ലൂർ ആദൂരിലെ 55-ാം ബൂത്തിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് രാത്രി പോസ്റ്റർ ഒട്ടിക്കൽ നടത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.